കണ്ണുകളടച്ച് കരങ്ങൾ യാചനാപൂർവം പിടിച്ച് ഏറ്റുചൊല്ലി തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, രക്ഷകനായ യേശുവേ, കാൽവരി മലയിൽ അങ്ങ് ചിന്തിയ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും കഴുകണമേ, കഴുകണമേ. വർഷങ്ങളായുള്ള എന്നിലുള്ള രോഗപീഠകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബ തകർച്ചകൾ, കടബാധ്യതകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ജഡിക പാപങ്ങൾ എന്നിൽ നിന്ന് യേശുനാമത്തിൽ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അവിടുത്തെ വാഗ്ദാനമായ ആത്മാവിനാൽ, ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒന്ന് കരങ്ങൾ ഉയർത്തി ശക്തമായി ഒന്ന് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ശക്തിയോടെ കരങ്ങളടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കുമ്പോൾ അരക്കെട്ടിൻ്റെ പിൻവശത്ത് ശക്തമായിട്ടുള്ള വേദന, ഇരിക്കാൻ പ്രയാസം. അങ്ങനെയുള്ള വ്യക്തികൾ ആരാ? ഒന്ന് കരമുയർത്തിയേ. അങ്ങനെയുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയം തൊട്ട് സുഖപ്പെടുത്തുന്നു. അവർ കരങ്ങൾ വീശിയേ, വിശ്വസിച്ച് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രണ്ട് കൈകൾക്കും ശക്തമായിട്ടുള്ള വേദന, ശക്തമായിട്ടുള്ള കഴപ്പ്, കരങ്ങൾ കൈ ഉയർത്തുമ്പോഴൊക്കെ പ്രയാസമുണ്ട് രണ്ട് കൈയിലും. അങ്ങനെയുള്ള വ്യക്തി ആരാ? അങ്ങനെയുള്ള വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. 2 പേര്, 3, 4 വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിക്കുക. കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിവേദന, ഈ എളിവശത്ത് ഇടതേ ഭാഗത്ത് ശക്തമായിട്ടുള്ള വേദനയുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന് കരം ഉയർത്തിയേ. അങ്ങനെയുള്ള വ്യക്തികളൊന്ന് കരം വീശിയേ. നന്നായി കരങ്ങളടിച്ചൊന്ന് നന്ദി പറഞ്ഞു സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ടെൻഷൻ, ചെറിയ കാര്യം മതി. തലയിൽ എപ്പോഴും വലിയ ഭാരം ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെയുള്ള ശക്തമായിട്ടുള്ള ഒരു ബന്ധനത്തിൽ നിന്ന് ചില വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും ടെൻഷൻ, ചെറിയ കാര്യമായാൽ മതി. അങ്ങനെ ശക്തമായിട്ട് തല എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, വലിയ ഭാരം അനുഭവപ്പെടുന്ന അവസ്ഥ, അത് നീക്കിക്കളയുന്നുണ്ട് പരിശുദ്ധാത്മാവ്. അങ്ങനെയുള്ളത് ആരാ? ഒന്ന് കരമുയർത്തി കരമീശി കർത്താവിനെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടതേ ചെവിക്ക് കേൾവിക്കുറവ് ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചെറുതായി വിയർക്കുമ്പോഴേക്കും ശരീരം മുഴുവൻ ശക്തമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന അവസ്ഥ, അലർജി രോഗം, അങ്ങനെയുള്ള ചില വ്യക്തികളെ സുഖപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്തിയേ, ഒന്ന് കരം വീശിയേ. ശക്തമായിട്ട് കരങ്ങൾ, രണ്ട് കരം ഉയർത്തി കരങ്ങൾ അടിച്ചു ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി കരങ്ങൾ അടിക്കട്ടെ ശക്തിയോടെ. ഷോൾഡർ വേദനയിൽ നിന്ന് ചില വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായ തലവേദന കർത്താവ് എടുത്തു മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി ഒന്ന് കരങ്ങളടിച്ച്, നന്നായി കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി കരങ്ങളുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് വഴി ഞങ്ങളിലേക്ക് അങ്ങ് ഒഴുക്കുന്ന വലിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ, ചേർത്ത് നിർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശാന്തമായി നമുക്ക് ഇരിക്കാം. നമ്മൾ പെന്തക്കോസ്ത് തിരുനാൾ ദിവസത്തിന് ഒരുങ്ങുകയാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ പോയി കഴിയുമ്പോൾ ഞാനൊരു സഹായകനെ, പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. ഈശോയുടെ ഏറ്റവും വലിയ വാഗ്ദാനമാണ് ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവായ ദൈവവുമായി ഓരോ വ്യക്തികൾക്കും ആഴമായ ഒരു ബന്ധത്തിൽ ജീവിക്കുവാൻ ഈശോ തൻ്റെ പാപമോചനം നൽകിക്കൊണ്ട് കുരിശിൽ നമ്മുടെ പാപങ്ങളും അയോഗ്യതകളും മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് വസിക്കുവാൻ തക്ക രീതിയിലുള്ള ഒരു ആലയമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും ശരീരത്തെയും ഈശോ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാമോദീസ വഴിയും സ്ഥൈര്യലേപനം വഴിയും കൈവെപ്പ് പ്രാർത്ഥനകൾ വഴിയും ഒക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും. ഇതിൽ അനേകർ പരിശുദ്ധാത്മാവിൻ്റെ സ്വരമനുസരിച്ച് മുന്നോട്ട് പോകുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ആത്മീയ ജീവിതത്തിനായിട്ട് പരിശ്രമിക്കുന്നവര് നമ്മുടെ ഇടയിലുണ്ട്, കുറെ കൂടി മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ കൃപയിലേക്ക് വളരുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം. ഏതൊരു വ്യക്തി കൃപയിലേക്ക് വളരുന്നുവോ അവിടെ ജീവിതത്തെ പരിപൂർണമായി പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ആ വ്യക്തി വളരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 3 തുടങ്ങുന്ന തിരുവചനം,
പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ 3 കൊല്ലം ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടും പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടും രോഗശാന്തി കൊടുത്തിട്ടും ഇതെല്ലാം ചെയ്ത ശിഷ്യന്മാരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണം. ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ശക്തി നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യുദയായിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൃപയുടെ ആത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇവിടെ ഒരിക്കൽ കൂടി ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഈ ദിവസം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ, ശക്തി, കൃപകൾ എന്തിനു പറയുന്നു? ദൈവം തന്നെയായ യേശുക്രിസ്തുവിനെ, വചനമാകുന്ന ദൈവത്തെ മാംസത്തിൽ, ഉദരത്തിൽ മാംസം ധരിച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഈ ക്ലാസിന്റെ ആരംഭത്തിൽ നമ്മൾ ചിന്തിക്കുക പരിശുദ്ധ അമ്മയെ കുറിച്ചാണ്. അത് ചിന്തിക്കുവാനുള്ള കാരണം എന്താണ്? ഇതുപോലെ അഭിഷേകം സ്വീകരിച്ച മറ്റൊരു വ്യക്തിയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ തിരുവചനം, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, വചനമാകുന്ന ദൈവത്തെ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കന്യകയായ പരിശുദ്ധ മറിയം 12-14 വയസ്സ് പ്രായം കാണും, അത്രയേ ഉള്ളൂ. കന്യാമറിയം ദൂതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചവളാണ്, മരണം വരെയും കന്യകയായി ജീവിക്കാൻ വ്രതമെടുത്തിട്ട് ഒരുങ്ങി നിൽക്കുന്നവളാണ് ഞാൻ. ഞാൻ എങ്ങനെയാണ് ഗർഭം ധരിക്കുക? അതിന് ദൂതൻ അവളോട് മറുപടി പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനവരക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു കന്യകയെ ഒരുക്കുകയാണ്. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ സൃഷ്ടിയാണ് പരിശുദ്ധ മറിയം. അവളിൽ ഉത്ഭവപാപമില്ലായിരുന്നു, പാപത്തിന് അവളുടെ മേൽ യാതൊരു അധികാരവുമില്ലായിരുന്നു. പിശാച് ഒരു മനുഷ്യ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈശോ കഴിഞ്ഞാൽ അത് പരിശുദ്ധ കന്യാമറിയത്തെയാണ്. കാരണം ദൈവത്തെ ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്തി ലോകത്തിന് സമർപ്പിക്കുവാൻ വേണ്ടുന്നുള്ള സർവവിധ കൃപാവരങ്ങളാലും ജ്ഞാനത്താലും ദൈവീക ശക്തിയാലും നിറയപ്പെട്ടവളാണ് പരിശുദ്ധ കന്യാമറിയം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മറിയത്തോട് പറയണം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി, പിതാവായ ദൈവത്തിന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരും. അപ്പോൾ ഈ വചനത്തിൽ നോക്കുമ്പോൾ ലോകത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന് മാത്രം കിട്ടിയ ഒരു അത്ഭുത അനുഗ്രഹമാണ് ദൈവത്തെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് സമ്മാനം നൽകുവാൻ സാധിച്ചു എന്നുള്ളത്. മറിയത്തിൽ എത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ കൃപയും ശക്തിയും ഉണ്ടായിരുന്നു, നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. പരിശുദ്ധ കന്യാമറിയം വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, വ്യക്തികൾക്കരികിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തിയാൽ ചുറ്റുമുള്ളവർ നിറഞ്ഞിരുന്നു എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയാണ് അത് നമുക്ക് കാണാൻ സാധിക്കുക? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 തുടങ്ങുന്ന തിരുവചനം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. എന്താ പറയുന്നത്? വൃദ്ധയായ എലിസബത്ത്, ഒന്ന് മനസ്സിൽ കാണുക, 19 വയസ്സ് കാണും, ഒരു അമ്മാമ ഗർഭം ധരിച്ചു. അപ്പോൾ ഇത്രയും പ്രായമുണ്ടെങ്കിൽ നിവർന്നു നിൽക്കാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ പൂർണ്ണ ഗർഭിണിയായി എന്ന് പറയുമ്പോൾ ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ചാവും എലിസബത്തിന്റെ നിൽപ്പ്. ഇളയമ്മയാണ് മറിയത്തിന്റെ. സഹായം ആവശ്യമുണ്ടെന്ന് മറിയത്തിന് മനസ്സിലായി. ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്. സഹായം ആവശ്യമുള്ളിടത്ത് അവർ ഓടിയെത്തും, മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാകും. പരിശുദ്ധാത്മാവിന്റെ ഈ അനുഗ്രഹം പരിശുദ്ധ മറിയത്തിൽ കാണുകയാണ്. അവള് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവളും ഗർഭിണിയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? എലിസബത്തിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. യഹൂദ പാരമ്പര്യം അനുസരിച്ചൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവര് ശാലോം എന്ന് പറഞ്ഞ് ആശംസിക്കും, സമാധാനം. ഇങ്ങനെ പരിശുദ്ധ മറിയം പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി. നമ്മൾ ഓരോ ധ്യാനം നടത്തുമ്പോൾ അല്ലേ, എത്രമാത്രം പ്രസംഗിച്ച് കുമ്പസാരിപ്പിച്ച് ഒരുക്കി മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് അഭിഷേക പ്രാർത്ഥനയൊക്കെ നൽകിക്കൊണ്ടാണ് കൈവെപ്പ് പ്രാർത്ഥനകൾ വഴി പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പഴയ നിയമഗ്രന്ഥത്തിൽ പ്രവാചകന്മാർ കുഴലിലെ തൈലമെടുത്ത് ആരഭിഷേകം ചെയ്യണമോ അവരുടെ ശിരസിലേക്ക് ഒഴിച്ച് അവർ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരും. അപ്പസ്തോലന്മാര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരും. സഭയിലും അമോദീസ വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരും. എന്നാൽ ഇവിടെ പറയുകയാണ്, ഇവിടെ 14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, പരിശുദ്ധ കന്യാമറിയം, അവൾ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ശാലോം, സമാധാനം. ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അവൾ ഈ ഒരൊറ്റ വാക്കിൽ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വൃദ്ധയായ എലിസബത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കഴിയുന്നില്ല. മറിയത്തിനും ഗബ്രിയേൽ ദൈവദൂതനും മാത്രം അറിയാവുന്ന രഹസ്യം
മറിയം ദൈവത്തെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്. വചനമാകുന്ന ദൈവത്തെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്. ഇത് മറിയത്തിനും ഗബ്രിയേൽ ദൈവദൂതനും പരിശുദ്ധ ത്രിത്വത്തിനും മാത്രം അറിയുന്ന രഹസ്യം. ഇവിടെ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചനം വരത്താൽ അഭിഷേകം ചെയ്യുകയാണ്. പ്രവചനവരം ആ സമയം ലഭിക്കുകയാണ് എലിസബത്തിന്. എലിസബത്ത് പ്രവചിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെ ശക്തി മറിയത്തിൽ നിന്നൊഴുകി എലിസബത്തിലേക്ക് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. മാത്രമല്ല ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, സ്നാപയോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നമ്മൾ കത്തോലിക്ക സഭയിൽ നിങ്ങൾ എന്താ ഇത്രയും ഒരു ബോധവുമില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് മാമോദിസ മുക്കിയിട്ട് ക്രിസ്ത്യാനികളാണെന്ന് പറയണേ? ചിലരൊക്കെ നമ്മുടെ വീട്ടിൽ ചോദിച്ചു വരാറില്ല. അതിന് പ്രായപൂർത്തിയാകേണ്ടേ? ഒരു അറിവില്ലാതെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുമോ? ഇവിടെ പറയുന്നു, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യത്താൽ സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അഭിഷേകം ചെയ്യപ്പെട്ട് അവൻ സന്തോഷത്താൽ കുതിച്ചു ചാടിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുപോലെ പരിശുദ്ധാത്മാ അഭിഷേകം ലഭിക്കുന്ന മറ്റൊരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. മാത്രമല്ല പരിശുദ്ധ കന്യാമറിയം ആ സമയം പ്രവചിക്കുന്നുണ്ട് മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം. അവിടുന്ന് മറിയം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താണ് മറിയം പറഞ്ഞത്? ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അപ്പൊ 2000 വർഷങ്ങൾക്ക് മുന്ന് ഇത് പറയുമ്പോൾ കേട്ടു നിന്നവരെന്ത് പറയും? ഈ കുട്ടി എന്താണ് ഈ വിളിച്ച് പറയണേ? പക്ഷേ നമ്മൾ 2000 വർഷങ്ങൾക്ക് അപ്പുറം ജീവിക്കുക. ഇന്ന് നമുക്കറിയാം, ഇതാ നമ്മുടെ ഈ അൾത്താരയ്ക്ക് മുന്നിൽ ഈശോയും പിടിച്ച് മാതാവിൻ്റെ രൂപം നമുക്ക് മുന്നിൽ തന്നെ കാണാം. അതാ മാതാവ് പറഞ്ഞത്, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അതൊരു മറിയത്തിൻ്റെ പ്രവചനമായിരുന്നു. അതിശക്തമായ പ്രവചനവരം പരിശുദ്ധ മാതാവിന് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഈ പരിചയമുള്ളൊരു ശുശ്രൂഷയുണ്ട്. ശ്യാമള എന്നാണ് പേര്. ഇരിഞ്ഞാലക്കുടയാണ് ശ്യാമള ചേച്ചിയുടെ വീട്. നിങ്ങൾ അറിയുന്നവരാരെങ്കിലും ഉണ്ടോ ശ്യാമള ചേച്ചിയെ? ഇരിഞ്ഞാലക്കുടയുള്ള കൈ ഉയർത്തിയേ. അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ അറിയുന്നവർ 1-2 പേരുണ്ട്. പോട്ടയിലെ ആദ്യകാല ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തൊരു വ്യക്തിയാണ് ഈ ശ്യാമള ചേച്ചി. ശ്യാമള ചേച്ചിക്ക് 2 മക്കളുണ്ട്. ആദ്യകാലങ്ങളിൽ ഈ കൂലിപ്പണിക്കൊക്കെ പോയി അങ്ങനെ കുടുംബം പോറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ശ്യാമള ചേച്ചിയുടെ ഭർത്താവിന് ഒരു അസുഖം വന്നു. ഡോക്ടർമാരൊക്കെ പരിശോധിച്ചിട്ട് ആർക്കും അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹത്തിന് സഹിക്ക വയ്യാത്ത വയറുവേദനയാണ്. കട്ടിൽ നിന്ന് എണീക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ചെമ്മീനൊക്കെ ചുരുണ്ട് കിടക്കുന്ന പോലെ ഇങ്ങനെ ചുരുണ്ട് പുതപ്പിനുള്ളിൽ ഇങ്ങനെ കിടക്കും. അങ്ങനെ കുടുംബം മുഴുവൻ പട്ടിണിയിലേക്ക് പോകാൻ ആരംഭിച്ചു. കടബാധ്യത നിറഞ്ഞു. മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. മക്കളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പൊതുവെ ദൈവവിശ്വാസമുള്ള
ഹൈന്ദവയായ ഈ സ്ത്രീ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കും. പക്ഷേ സൗഖ്യം ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ശ്യാമള ചേച്ചിയുടെ വീടിനരികിൽ ഒരു പ്രേക്ഷിതയുണ്ട്. ഈ പ്രേക്ഷിത കടന്നു വന്നിട്ട് പറയും, ജീവിക്കുന്ന ദൈവത്തെ എൻ്റെ ഒപ്പം വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഒരൊറ്റ ദിവസം വന്നാൽ മതി. ഇവിടെ പോട്ട എന്ന് പറയുന്നൊരു ആശ്രമമുണ്ട്. അവിടെ എത്രയോ രോഗികളെ സുഖപ്പെട്ടു പോരണേ. ശ്യാമളയ്ക്ക് അതുവരെ ഒന്ന് വന്നൂടെ? അപ്പൊ ശ്യാമള പറയും, 30 കോടി ദൈവങ്ങൾ ഞങ്ങൾക്കുണ്ട്. അവരോടൊക്കെ 1.5 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് സാധിക്കാത്തതാ നിങ്ങളുടെ ഈ ഒരു ദൈവത്തെ കൊണ്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ദൈവത്തെ കൊണ്ട് എൻ്റെ അരികിലേക്ക് വരണ്ട. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ട്. പക്ഷെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടിക്കൂടി വന്ന അവസാനം ഒരു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു കൂട്ട ആത്മഹത്യ. അപ്പോൾ ഈ പ്രേക്ഷിത പലപ്പോഴും ദരിദ്രയാണ്. എന്നാലും അവൾ കുറച്ച് പൈസ ഇടയ്ക്ക് ശ്യാമള ചേച്ചിയുടെ കയ്യിൽ ഒരു 50 രൂപ കൊണ്ടുകൊടുക്കും, 100 രൂപ കൊണ്ടുകൊടുക്കും. ചിലപ്പോൾ കുറച്ച് അരിയും സാധനങ്ങളൊക്കെ മേടിച്ച് ശ്യാമള ചേച്ചിക്ക് കൊടുക്കും. ആ വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതവും അത്ര വലുതായിരുന്നു. അങ്ങനെ വിഷം മേടിച്ചു വെച്ച് പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്യണം എന്ന ഒരു തീരുമാനം എടുക്കുകയാണ്. പതിവ് പോലെ ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസം പ്രേക്ഷിത ശ്യാമള ചേച്ചിയുടെ വീട്ടിലെത്തി. കുറച്ച് അരിയും മറ്റു പല വസ്തുക്കളും ഒക്കെ കൊണ്ടുവച്ചു. ഒരു 100 രൂപ കൊടുത്തു. ശ്യാമള ചേച്ചി പറഞ്ഞു, ഇനി ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്ത്രീയെ ശ്യാമള ചേച്ചിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹമാണ്, ഒരൊറ്റ പ്രാവശ്യം ഒന്ന് എൻ്റെ ഒപ്പം പോട്ടയിലേക്ക് വരൂ. പോട്ട ശുശ്രൂഷകൾ ആരംഭിച്ചിട്ടുള്ളൂ, ഡിവൈനൊന്നും അന്ന് ഇല്ല. അപ്പൊ ശ്യാമള ചേച്ചി ഇങ്ങനെ ചിന്തിച്ചു, 1.5 വർഷമായിട്ട് ഈ സ്ത്രീ സഹായിക്കുന്നതാ. അവളുടെ അവസാനത്തെ ഒരു ആഗ്രഹമാണ് അവളുടെ ദൈവത്തിന്റെ അരികിൽ പോയിട്ടൊന്ന് ഒരു ദിവസം ഇരിക്കണം. അങ്ങനെ ഈ സ്ത്രീ ഈ പ്രേക്ഷിതയുടെ കൈയും പിടിച്ച് പോട്ട ആശ്രമത്തിലേക്ക് വന്നു. അവിടെ ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ തിരുവചനങ്ങൾ പങ്കുവച്ച് പ്രസംഗിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അതുവരെ അവള് ഈ ക്ഷമയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും യേശു കൊടുക്കുന്ന സൗഖ്യത്തെക്കുറിച്ചും ഒന്നും അവൾ കേട്ടിട്ടില്ല. അവൾക്കതൊരു പുതിയൊരു അനുഭവമായിട്ട് മാറി. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മാത്യു നായിക്കാമ്പറമ്പിൽ അച്ഛൻ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ചു വെച്ച് രോഗശാന്തി പ്രാർത്ഥന ആരംഭിച്ചു. അച്ഛൻ വിളിച്ചു പറഞ്ഞു, ശ്യാമള എന്ന വിജാതീയയായ ഒരു സ്ത്രീയെ കർത്താവ് സ്പർശിക്കുന്നു. വീട്ടിൽ കിടക്കുന്ന ഭർത്താവിനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയുള്ളൂ കയ്യടി? ഇത് പോരല്ലോ. പ്രിയപ്പെട്ടവരെ, ശ്യാമള ചേച്ചി ധ്യാനം കഴിഞ്ഞ് ഓടി വീട്ടിലേക്ക്. വീട്ടിൽ ചെന്നപ്പോൾ 1.5 വർഷമായിട്ട് കട്ടിലിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന ഭർത്താവ് പുറത്ത് വന്ന് വരാന്തയിലെ കസാരയിൽ ശ്യാമള ചേച്ചിയും കാത്ത് ഇരിക്കുകയാണ്. ചോദിച്ചപ്പോൾ മനസ്സിലായി, ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞ അതേ സമയം ഈശോ ആ മുറിയിലേക്ക് കടന്നു ചെന്ന ആ വ്യക്തിയെ തൊട്ട് സുഖപ്പെടുത്തി. ഈ ശ്യാമള ചേച്ചി പിറ്റേ ദിവസം തന്നെ ഭർത്താവിനെയും കൊണ്ട് വീണ്ടും അനുദിന ധ്യാനത്തിന് വന്ന് പങ്കെടുത്തു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശ്യാമള ചേച്ചിയിൽ അതിശക്തമായിട്ടുള്ള കൃപാവരങ്ങൾ, പ്രത്യേകിച്ച് പ്രവചനവരത്താൽ അഭിഷേകം ചെയ്തു. ഒരു കാര്യം പ്രാർത്ഥിച്ചു പറഞ്ഞാൽ അത് അച്ചിട്ടതുപോലെ സംഭവിക്കും. നായിക്കാമ്പറമ്പിലച്ചൻ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ടീമിലെടുത്തു. പല സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോയി.
ഇരിഞ്ഞാലക്കുടയിൽ ആയിരക്കണക്കിന് ഹൈന്ദവ കുടുംബങ്ങളിൽ ഈശോയെക്കുറിച്ച് പറഞ്ഞ് അവിടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനങ്ങൾ കൊടുത്ത് അങ്ങനെ അനേകർ ഈശോയിൽ വിശ്വസിച്ചു. എന്തിനു പറയുന്നു? 3ാം ക്ലാസ് വരെ പഠിച്ച് ആ കാലഘട്ടങ്ങളിൽ പുല്ലൂർ ഹോസ്പിറ്റലിൽ അവിടെ തുണി കഴുകുന്ന ആ ജോലിയുമായിട്ട് മുന്നോട്ട് പോയിരുന്ന ആ ശ്യാമള ചേച്ചി 4-5 രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്യാമള ചേച്ചി എപ്പോഴും ഇരിഞ്ഞാലക്കുട ചെന്ന് കാണാം. അവിടെ ഡാണാവിൽ നിങ്ങൾ ചെന്ന് ശ്യാമള എന്ന് പേര് പറഞ്ഞാൽ ചുമട്ട് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അവിടെയുള്ള ഹോസ്പിറ്റലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആരോട് ചോദിച്ചാലും ശ്യാമള ചേച്ചിയുടെ വീട്ടിലേക്ക് പ്രാർത്ഥനാലയത്തിലേക്കുള്ള വഴി പറഞ്ഞു തരും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ തന്നെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് ആത്മാവ് ആ ജീവിതത്തെ പൂർണ്ണമായും അനുഗ്രഹിച്ച് കൃപയിൽ ഉയർത്തുകയാണ്. 2 മക്കളും വിദേശത്ത് ജോലി ചെയ്യുകയാണ്. സാമ്പത്തികമായി സമൃദ്ധമായി ആ കുടുംബത്തെ ഉയർത്തി. പരിശുദ്ധാത്മ കൃപാവരങ്ങളാലും ശുശ്രൂഷകളാലും പരിശുദ്ധാത്മാവ് ആ ഭവനത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. ഞാനിവിടെ പറയുന്നത്, സഹായകനായ പരിശുദ്ധാത്മാവ് ഓരോ ജീവിതങ്ങളെയും അത്ഭുതകരമായി രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 തുടങ്ങുന്ന തിരുവചനം: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഭവനങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര കഠിനമായിരിക്കുന്നത്? നമ്മുടെ ജീവിതം നിങ്ങൾക്കറിയാമോ? ഈശോ നമ്മളോട് പറയുന്നത് പരിശുദ്ധാത്മ കൃപയിൽ ആശ്രയിച്ച് ആത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. കുമ്പസാരിച്ച് അനുദിനം ഇടവക ദേവാലയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ആ ബലിപീഠത്തിൽ ഈശോയെ എടുത്തുയർത്തുമ്പോൾ കണ്ണീരോടുകൂടി നമ്മുടെ വേദനകളും യാചനകളും സമർപ്പിച്ച് അനുദിനം പരിശുദ്ധാത്മ അഭിഷേക ശക്തി ജീവിതത്തിൽ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും നയിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ അടുത്ത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുമ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് സഹായിക്കുകയും ദൈവീകമായ അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മാവ് കൊണ്ടുവരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് പുറപ്പാടിന്റെ പുസ്തകം 31-ാം അധ്യായം, അവിടെ ബെസലേൽ എന്ന് പറയുന്ന ഒരു യുവാവിനും അദ്ദേഹത്തെ സഹായിക്കുവാനുള്ള മറ്റു ചിലർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തിയും കൊടുക്കുന്നത് എഴുതി വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വചനഭാഗം നമ്മൾ വായിക്കണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പുറപ്പാടിന്റെ പുസ്തകം 31-ാം അധ്യായം 1 തുടങ്ങുന്ന തിരുവചനം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രനായ ഊറിയായുടെ മകൻ ബെസലേലിനെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവീക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർത്ഥ്യം, ബുദ്ധിശക്തി, വിജ്ഞാനം, എല്ലാതരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യം അവന് ഞാൻ നൽകിയിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കുവാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കിയെടുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാ ശില്പവേലകൾക്കും വേണ്ടിയാണ് അത്. അവനെ സഹായിക്കാൻ
ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രനായ ഒഹോലിയോബിനെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? നമ്മൾ വിചാരിക്കും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും ഒക്കെ വേണ്ട, പ്രാർത്ഥനക്കാർക്കൊക്കെ വേണ്ട ഒരു സംഭവമാണ്. നമ്മൾ അങ്ങനത്തെ ശുശ്രൂഷയൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്, ഞാനൊരു കുടുംബനാഥനാണ്, ജോലിക്ക് പോകുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അധികം ശ്രദ്ധിച്ചിട്ട് എന്ത് കാര്യം? എൻ്റെ വിളി വേറെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും, എല്ലാ വിളികളും ദൈവത്തിന് ഒരുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തെ നിലനിർത്താൻ ചിലരെ കുടുംബജീവിതത്തിനായിട്ട് വിളിച്ചു, ചിലരെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു, സന്യാസ ജീവിതത്തിലേക്ക് വിളിച്ചു, ചിലരെ എഞ്ചിനീയർമാരാക്കി, ഡോക്ടർമാരാക്കി, ചിലരെ കൃഷിക്കാരാക്കി. ഈ ലോകം ഏറ്റവും മനോഹരമായിട്ട് നിലനിർത്തുവാൻ ദൈവം ഓരോരുത്തരെയും പ്രത്യേകം തെരഞ്ഞെടുത്ത് പ്രത്യേകം അഭിഷേകം ചെയ്ത് വിവിധ ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ന പദവിയിലിരുന്ന ആള് ആണ് എന്നുള്ളതിന് യാതൊരു വിലയും ഇല്ല. ദൈവം നോക്കുക, ദൈവം നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ദൈവഹിതമനുസരിച്ച് നീ എത്രമാത്രം പൂർണ്ണതയിൽ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞു, അതായിരിക്കും സ്വർഗത്തിൽ നിനക്ക് സമ്മാനത്തിനായിട്ട് വഴിയൊരുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ തൂങ്കുഴി പിതാവ് തൃശ്ശൂർ രൂപതയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ അന്ന് ഞാൻ ശാലോമിന്റെ കോർഡിനേറ്റർ ആയിരുന്നു. ഒരു പ്രസംഗം സൺഡേ ശാലോമിന് വേണ്ടി തയ്യാറാക്കുവാനായിട്ട് പോയി. അന്ന് പിതാവ് പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരു മിട്ടുമിട്ടുക്കനായ ഒരു വൈദികനുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ രൂപതയിൽ 10-30 പള്ളികൾ പണിതു, അനേക സ്ഥാപനങ്ങൾ പണിതു. അങ്ങനെ എല്ലാവരും അച്ഛൻ്റെ കഴിവിനെ പ്രകീർത്തിച്ചു. അങ്ങനെ വയസ്സായി അച്ഛൻ മരിച്ചു സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പത്രോസ് ഗേറ്റിൻ്റെ അവിടെ നിൽപ്പുണ്ട്. അച്ഛനെ കണ്ടപ്പോൾ തടഞ്ഞു. പറഞ്ഞു, ഇവിടെ പേരില്ല, കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് തൂങ്കുഴി പിതാവ് പറഞ്ഞ ഒരു കഥയാണ് കേട്ടാ. അന്ന് ശാലോമിൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ പത്രോസും അച്ഛനും തമ്മിൽ വഴക്കായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കണ്ട് പെട്ടെന്ന് ഇവരുടെ തർക്കം കണ്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് മാതാവ് കൂടി ഇവരുടെ ഇടയിലേക്ക് വന്നു. എന്നിട്ട് രണ്ടുപേരെയും മാറ്റി നിർത്തി. നിങ്ങൾ എന്തിനാ വഴക്ക് കൂടുന്നത് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഞാൻ ഇത്രയും സഭയ്ക്ക് വേണ്ടി ജീവിച്ച് ഇത്രയധികം സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ പണിത് അങ്ങനെ വരുന്നൊരു വൈദികനാണ് ഞാൻ. പത്രോസ് എന്നോട് ചോദിച്ചു, എന്താ പത്രോസ് നീ അച്ഛനകത്തേക്ക് കടത്തിവിടാത്തത്? അപ്പോ പത്രോസ് മാതാവിൻ്റെ അടുത്ത് കൈകൂപ്പി പറഞ്ഞിട്ട് പറഞ്ഞു, വൈദികരുടെ ലിസ്റ്റിൽ നോക്കിയിട്ട് കാണാനില്ല അമ്മേ. അപ്പോൾ മാതാവ് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആ പള്ളി പണിയിപ്പിച്ച മേസ്ത്രിമാരുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാൻ പറഞ്ഞു ആ രൂപതയുടെ. അപ്പോൾ നോക്കിയപ്പോൾ ആ പള്ളി പണിയിപ്പിച്ച മേസ്ത്രിമാരുടെ കാര്യസ്ഥൻ്റെ 1-ാം പേര് അച്ഛൻ്റെ കിടക്കണേ. അപ്പോൾ മാതാവ് പറഞ്ഞു, ആ ഇഷ്ടംപോലെ പള്ളി പണിയിച്ചിട്ടുണ്ട്, അത് കയറി പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് തൂങ്കുഴി പിതാവ് പറഞ്ഞത് ഇതാണ്: സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വിളിച്ച് വേർതിരിച്ച അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ രൂപതയുടെ മുഴുവൻ അവിടെ ഇരിപ്പുണ്ട്. അവരോട് പറഞ്ഞ് തൃശ്ശൂർ രൂപതയിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളുടെയും എല്ലാ കോളേജുകളുടെയും പ്രധാനപ്പെട്ട ആൾക്കാരെ മുഴുവൻ അന്ന് പിതാവ് വിളിച്ചിരുന്നു. പിതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്: നമ്മുടെ ഈ സ്ഥാപനങ്ങൾ കൊണ്ട് ഒരാത്മാക്കളെ പോലും നേടുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ
ഈശോയെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരു സാക്ഷ്യ ജീവിതം അവരുടെ മുമ്പിൽ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈ കോളേജ് കൊണ്ടോ ഹോസ്പിറ്റൽ കൊണ്ടോ നിങ്ങളുടെ അധികാരം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ നിങ്ങളുടെ സമർപ്പണ ജീവിതങ്ങൾ കൊണ്ടോ സഭയ്ക്കോ സ്വർഗത്തിനോ ഒരു മൂല്യവും ഇല്ല. പറഞ്ഞു മനസ്സിലായ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആത്മാക്കളെ നേടുക, നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അത്? പിതാവ് പറഞ്ഞത് ഇത്ര എളുപ്പമാണ്. എനിക്ക് ഇത്രയ്ക്കേ പറയാനുള്ളൂ. അൽമായര് ഒരു ഇടവകയിലുള്ള കമ്മിറ്റിക്കാർ വിചാരിച്ചാൽ പള്ളിപ്പണി നോക്കാൻ പറ്റും. എന്നാൽ അച്ഛന്മാർക്ക് ഓരോ ഭവനങ്ങളിൽ ചെന്ന് അവിടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് ആ ആത്മാക്കളെ നേടുവാൻ സാധിക്കും. അൽമായർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അൽമായർ ചെയ്യട്ടെ. ദൈവവിളിക്കുകയും പ്രത്യേകം വേർതിരിച്ച് കർത്താവ് നീക്കി നിർത്തപ്പെട്ടവർ ആത്മരക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഒരു കൃഷിക്കാരനാണെങ്കിൽ എൻ്റെ വിളി മോശമാണെന്ന്. ഒരു ആശേരിയാണെങ്കിൽ വിചാരിക്കരുത് ഞാനൊരു ആശേരിയല്ലേ. ബൈബിളിലെടുത്ത് നോക്കിയ ഔസേപ്പ് പിതാവ് എണ്ണം പറഞ്ഞൊരു ആശേരിയായിരുന്നു. 30 വയസ്സ് വരെ ഔസേപ്പ് പിതാവിൻ്റെ ഒപ്പം നിന്ന് മേശകളും കസേരകളും വാതിലുകളും ആ നാട്ടിൽ ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും പണിതവനാണ് ഈശോ. 3 വർഷമാണ് ഈശോയുടെ പരസ്യകാല ജീവിതം. എന്നാൽ 30 വർഷം മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ആ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത് അധ്വാനിച്ചവനാണ് യേശുക്രിസ്തു. ആ ജീവിതത്തിൽ അധ്വാനത്തിന്റെ മഹത്വം, കുടുംബത്തിന്റെ മഹത്വം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ വചനത്തിൽ നമ്മൾ വായിച്ചത് ഇതാണ്. പുറപ്പാടിന്റെ പുസ്തകം 31 നമ്മൾ വായിച്ചു വരുമ്പോൾ മറ്റു പല സഭാവിഭാഗങ്ങളിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. രൂപങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയാണോ? എന്തെങ്കിലും ആകൃതിയിൽ കൊത്തുപണികൾ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ രൂപങ്ങൾ വെച്ച് അത് ദൈവവചനത്തിന് തെറ്റാണ്, ഇങ്ങനെ പറഞ്ഞു വീട്ടി വരുന്നവരെ നമുക്ക് കാണാം. എന്നാൽ വിഗ്രഹം എന്ന ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം പഠിച്ചവർക്ക് മനസ്സിലാകും ദൈവത്തെക്കാൾ ഉപരിയായിട്ട് എന്തിനാണ് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നത്, അതിനെയാണ് ദൈവം വിഗ്രഹം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബെസലേലിനെ പ്രത്യേകം തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയണേ? എന്തൊക്കെ കൊടുത്തു എന്ന് പറയണേ? ഞാൻ ദൈവീക ചൈതന്യം നിറച്ചു അവനിൽ, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ നിറച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്? നല്ല ബുദ്ധി സാമർഥ്യം, നല്ല സാമർഥ്യം, നല്ല ബുദ്ധിശക്തി, വിജ്ഞാനം. അടുത്ത് പറഞ്ഞ് ശ്രദ്ധിക്കുക, എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യം. പരിശുദ്ധാത്മാവ് അവനെ സഹായിക്കുന്ന എന്തുണ്ടാക്കാൻ? മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുവാൻ. ഇത് പന്തക്കോസ്തകാരുടെ ബൈബിളിലും ഈ വചനം ഉണ്ട് കേട്ടാ. പിന്നെന്താണ് പറയുന്നത്? അവന് നൽകിയിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തി മിനുക്കിയെടുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാ ശില്പവേലകൾക്കും വേണ്ടിയാണ് ഞാൻ അവനെ പരിശുദ്ധാത്മാവിൽ നിറച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആണെങ്കിൽ വീട്ടിൽ കറി അരിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിക്കാം. മുറ്റം അടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സഹായത്തിന് വിളിക്കാം. ഭക്ഷണം നന്നായിട്ട് പാകം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിക്കാം. എപ്പോഴും കുറ്റം മാത്രം പറയുന്ന ഭാര്യയെ നല്ല വാക്ക് പറയുവാൻ, അവളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
ഒരു നന്മയും നമ്മളിൽ കാണാത്ത ഭർത്താവിന് കണ്ണു തുറക്കുമ്പോൾ നിറച്ച് നന്മകൾ മാത്രം എന്നിൽ കാണാൻ എനിക്ക് ഭർത്താവിനെ പരിശുദ്ധാത്മാവിൽ നിറയണമേന്ന് പ്രാർത്ഥിക്കാം. പറമ്പിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, ചെയ്യുന്ന അധ്വാനത്തിന് 100 മേനി ഫലം കിട്ടുവാൻ, അതിലൂടെ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ, കുടുംബത്തിലെ കാര്യം ക്രമീകരിക്കപ്പെടുവാൻ. ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ജോലിയോടൊപ്പം ചേർന്ന് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് ആ കൃപയിൽ നിന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സിഗരറ്റ് താഴെ വയ്ക്കാൻ പറ്റണില്ലേ ചിലർക്ക്, മദ്യക്കുപ്പി താഴെ വയ്ക്കാൻ പറ്റണില്ല. ധ്യാനം കൂടി കുമ്പസാരിച്ച് ഒരാഴ്ച ധ്യാനം കൂടി പ്രാർത്ഥിക്കാൻ നമ്മൾ ആരംഭിക്കണം. കർത്താവേ, അത് തോന്നാതിരിക്കാൻ, അത് കയ്യിലെടുക്കാതിരിക്കാൻ, ആ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഇനി വീണ്ടും പോയി ഇരിക്കാതിരിക്കാൻ, എന്നെ തെറ്റായ ബന്ധത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളെ ഉപേക്ഷിക്കാൻ, വസ്തുക്കളെ ഉപേക്ഷിക്കാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. വിശുദ്ധിയിലും കൃപയിലും നിലനിർത്തിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ നയിക്കണമേ. അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകളിൽ അത്ഭുതം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ അനവധി അനുഭവങ്ങൾ പറയുവാൻ സാധിക്കും. ഒരു ദിവസം ഞാൻ പത്രം എടുത്തിങ്ങനെ വായിക്കുക. അപ്പൊ ഞാൻ കേട്ടു ജോയ് ആലുക്കാസിന്റെ പരസ്യം. ഫ്രണ്ടിലെ പേജ് ഫുള്ള് ആ പരസ്യ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇദ്ദേഹത്തിന്റെ ഭാര്യ ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു സ്ത്രീയാണ്. കണ്ടമാനം ദാനധർമ്മം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇവരുമായിട്ട് ഒരു ബന്ധം, ദൈവമേ, അത് എത്ര പേർക്ക് ഇവിടെ ഉണ്ട്, ഇവരൊന്ന് കാണാൻ പറ്റുമോ? ഇങ്ങനെ വെറുതെ ഒരു ചിന്ത. പത്രം വായിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ആ പത്രം മടക്കി വെച്ചു. ആ സംഭവം അവിടെ വെച്ച് കഴിഞ്ഞു. അന്ന് വൈകിട്ട് ബഹുമാനപ്പെട്ട മാത്യു കൊച്ചുമാത്തച്ഛൻ അറിയില്ലേ? കോട്ടയിലെ ഉണ്ടായിരുന്ന ഡിവൈനിലൊക്കെ ഡയറക്ടറായിരുന്നു കൊച്ചുമാത്ത. ഞാൻ ഡിവൈനിൽ ശുശ്രൂഷ ചെയ്ത് 26 കൊല്ലമായിട്ട് അവിടെയാണ്, ഡിവൈനിലാണ്. 26 അല്ല 28 കൊല്ലമായിട്ട്. അച്ഛൻ 5 മണിയായി ഇപ്പോൾ ഒരു ഫോൺ, നെറ്റോ, എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് 5 പേർക്ക് വീട്ടിൽ ഭക്ഷണം ശരിയാക്കിയാണ്. ഞാനൊരു 6-6:30 ആകുമ്പോൾ വരും, രാത്രി ഇന്നത്തെ ഭക്ഷണം നിന്റെ വീട്ടിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ സന്തോഷം. അപ്പം ഞാൻ ചോദിച്ചു, ആരാ വരണേ? അച്ഛൻ പറഞ്ഞു, അത് രഹസ്യമാണ്, അത് അവിടെ വരുമ്പോൾ കാണാം. പ്രിയപ്പെട്ടവരെ, അന്ന് ഒരു 7 മണിയായപ്പോൾ കൊച്ചുമാത്തച്ഛൻ ഒരു 4-5 പേരെ കൊണ്ട് വീട്ടിൽ വന്നു, പരിചയപ്പെടുത്തി. ഇത് ജോയ് ആലുക്കാസിൻ്റെ ഭാര്യയാണ്, ഇത് 2 പെൺമക്കളാണ്, ഇത് ജോയ് ആലുക്കാസിൻ്റെ ചേച്ചിയാണ്. അപ്പോൾ കാലത്ത് നമ്മൾ പത്രത്തിൽ കണ്ട് ആ ചിന്തിച്ച് കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയുള്ള ഒരു പരിചയപ്പെടാൻ നമുക്കൊക്കെ പറ്റുമോ? നോക്കിയപ്പോഴേക്കും രാത്രി ആയപ്പോഴേക്കും അവര് എവിടെ എത്തി? നമ്മുടെ വീട്ടിൽ എത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ചിന്തകളിൽ പോലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു എന്നുള്ളതാ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എനിക്ക് വിവാഹം കഴിഞ്ഞ് 6-7 വർഷം മക്കളില്ലായിരുന്നു. എൻ്റെ കൗണ്ട് 6%, 6%. ഡോക്ടർമാരെ കണ്ടു, അവർ പറഞ്ഞു ഇവിടെ 40-60% കൗണ്ടുള്ളവര്, മക്കളില്ലാത്തവര് ഇവിടെ കടന്നു വരും. അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും പലർക്കും മക്കളിൽ. ഇനി 6% മക്കളുണ്ടാകുന്ന കാര്യം ആലോചിക്കണ്ട, മക്കളുണ്ടാകില്ല. അപ്പൊ ഞാനും ഭാര്യ എല്ലാ ദിവസവും ബൈബിള് എടുത്ത് തുറന്നു വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അന്ന് ബൈബിള് തുറന്നു വായിച്ചപ്പോൾ സങ്കീർത്തനം 127:3, മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനം. ഞാൻ പറഞ്ഞു, ഭാര്യയുടെ പേര് ബിന്ദു എന്നാ. ബിന്ദു, നോക്കി, നീ ഈ വചനം ഒന്ന് നോക്കിയേ, ഇവിടെ എഴുതി വച്ചിരിക്കുന്നു, മക്കൾ ദൈവത്തിന്റെ ദാനം, ഉദരഫലം ഒരു സമ്മാനം. ഞാൻ അവളോട് പറഞ്ഞു, നിന്നെ വിവാഹം ചെയ്യുന്നതിന് മുന്നേ 22 വയസ്സിൽ ശുശ്രൂഷ തുടങ്ങിയതാ ഞാൻ.
ഈ ദൈവവചനം സത്യമാണെങ്കിൽ ഈ അനുഗ്രഹം എനിക്ക് ഈശോ തരാതിരിക്കുമോ? അല്ലെങ്കിൽ നമുക്ക് തരാതിരിക്കുമോ? കാരണം മക്കള് ദൈവത്തിൻ്റെ ദാന, ഉത്തരഫലം സമ്മാന. അപ്പോൾ ബിന്ദു എന്നോട് പറഞ്ഞു, അവിടെ 2 സഞ്ചി നിറച്ച് മെഡിക്കൽ റിപ്പോർട്ട് ഇരിപ്പുണ്ട്, ഈ 2-3 കൊല്ലത്തെ. അപ്പൊ അതിലെ റിപ്പോർട്ട് നെറ്റോന് അറിയാവുന്നതല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വിശ്വാസം കർത്താവ് പരീക്ഷിക്കുന്നത്. നീ ഏതിൽ വിശ്വസിക്കും? ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും നിനക്ക് പ്രതികൂലമായിരിക്കാം. അനുഗ്രഹത്തിന്റെ ഒരു ചെറിയ വെളിച്ചം പോലും നിന്റെ ജീവിതത്തിലെ കുടുംബത്തിൽ കാണുന്നില്ലേ? സകലതും വിപരീതമാണ്. ജീവിത സാഹചര്യം മുഴുവൻ കുഴഞ്ഞു മറിഞ്ഞു കെടുക്കുകയാണ്. പക്ഷെ അവിടെയാണ് നമ്മുടെ വിശ്വാസം ദൈവസന്നിധിയിൽ പരിശോധിച്ച് നമ്മുടെ തീരുമാനങ്ങളാണ് അവിടെ കർത്താവ് നോക്കിയിരിക്കുന്നത്. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പറയുകയാ, ഒരു തീരുമാനം എടുക്കുക. എന്താ തീരുമാനം? വചനത്തിൽ വിശ്വസിക്കുക. അവൾ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ആ വചനം ഏറ്റുപറയണം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നിരന്തരം പ്രാർത്ഥിക്കണം, മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് 6-7 വർഷങ്ങൾ കഴിഞ്ഞു. ആ പ്രാർത്ഥന മുടങ്ങാതെ. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം സമ്മാനം. കൃപയിൽ പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ. പ്രാർത്ഥന മുന്നോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ആരംഭിച്ച് 1 മാസം തികയും മുമ്പ് ഭാര്യ ഗർഭിണിയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഞാൻ അവന് നോഹ എന്ന് പേരിട്ടു. അപ്പൊ പലരും എന്നോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് ധ്യാനമൊന്നുമില്ല, ഞങ്ങൾ കള്ളും കുടിച്ച് സുഖമായിട്ട് നടക്കുന്നു, നിന്റെ പോലെ മക്കളില്ലാത്ത ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. നീ ദൈവത്തിന്റെ കൂടെ നടന്നിട്ട് എന്താ ദൈവം നിനക്ക് മക്കളെ തരാത്തെ? അപ്പൊ ചിലരൊക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചോദിക്കാൻ പിശാച് കൊണ്ടുവന്ന് നിർത്തും. നീ വലിയ പ്രാർത്ഥനക്കാരിയല്ലേ, പള്ളി പോണു, ജപമാല ചൊല്ലണു, ധ്യാനത്തിന് നടക്കണു, എന്നിട്ട് എന്താ നിന്റെ മക്കളുടെ പ്രശ്നം മാറാത്തെ? നിന്റെ കെട്ടിയവൻ എന്താ ഇങ്ങനെ? 100 ചോദ്യങ്ങൾ ജീവിതത്തെ ശോധന ചെയ്യാൻ, വിശുദ്ധീകരിച്ച് ആത്മാവിന്റെ ശക്തിയാൽ ദൈവമായി ബന്ധത്തിൽ ആഴപ്പെടുത്തുവാൻ അനേക തകർച്ചകൾ ഉണ്ടാകാം. എല്ലാ തകർച്ചകളും ദൈവത്തിന് കടന്നു വരുവാനുള്ള വാതിലുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോ പുതിയ അഭിഷേകം സ്വീകരിക്കുവാനുള്ള അവസരങ്ങളാണ് ജീവിതത്തിൽ ഓരോ തകർച്ചകളും. എന്നോട് ചോദിച്ചവരൊക്കെ കൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തു. കണ്ട, ദൈവം തന്ന നല്ലൊരു സുന്ദര കുട്ടപ്പനെ 6% കൗണ്ടിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, എടുത്തു 6% മക്കളുണ്ടാകുക. അത് കഴിഞ്ഞു. ഇതുപോലെ ഡിവൈനിൽ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഒരു 6-8 മാസം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ഇങ്ങനെ പുറത്ത് കാത്തു നിൽപ്പാ. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഒരു സംശയം. എന്ത് സംശയം? ആ പ്രഗ്നൻസി ടെസ്റ്റിന്റെ കിറ്റ് ഒന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരണം. ഞാൻ ചോദിച്ചു, ശരിക്കും സംശയമുണ്ടോ? അവൾ പറഞ്ഞു, ആ സംശയം. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റിന്റെ കിറ്റ് മേടിച്ചു കൊണ്ടുവന്നു. ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ്. 2ാമത് ഒരു ആൺകുട്ടിയെ ലഭിച്ചു. അവന് മോസസ് എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ 40-45 വയസ്സ് വരെ ഒരു അനക്കില്ലായിരുന്നു. അടുത്ത സംശയം അവൾക്കുണ്ടായത് എനിക്ക് 45 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അതിലൊരു പെൺകുട്ടി ജനിച്ചു. ഷെക്കീന മറിയം നെറ്റോ എന്നാണ് പേരിട്ടിരിക്കണേ. നമ്മൾ ചോദിച്ചത് ഈ 6% കൗണ്ടിൽ ഒറ്റ കുഞ്ഞിനെയാ. അന്ന് കർത്താവ്, നമ്മൾ ചിലരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നു. ബഹുമാനപ്പെട്ട നായിക്കാമ്പറമ്പിൽ അച്ഛൻ്റെ അടുത്ത് 3ാമത്തെ കുട്ടിയെ കൊണ്ടു ചെന്ന് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അവളോട് പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കുക, നിനക്ക് 12 മക്കളുണ്ടാകട്ടെ, ഇസ്രായേലിൻ്റെ ഗോത്രം പോലെ. അപ്പം തന്നെ അവൾ കൈകൂപ്പി പറഞ്ഞു, വേണ്ട അച്ഛ, 3 ഇപ്പം തന്നെ മതിയായി, എളുപ്പമല്ല പരിപാടിയല്ല പ്രസവം. അന്ന് ഞാൻ എൻ്റെ അനുഗ്രഹം പിൻവലിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. ദൈവത്തിന് നമ്മളെ സഹായിക്കുവാനായിട്ട് സാധിക്കും.
തൊഴിൽ മേഖലകളിലും ചെയ്യുന്ന ഏത് ഉത്തരവാദിത്തങ്ങളും, അത് ബൈബിളിൽ ഓരോന്ന് നമ്മൾ പഴയ നിയമം മുതൽ വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രാഹത്തിൻ്റെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 75 വയസ്സുള്ള അബ്രാഹാം, മക്കളൊന്നുമില്ല, വലിയ ദുഃഖം. അവൻ്റെ അരികിലേക്ക് ചെന്ന് പറഞ്ഞു, കർത്താവ് അബ്രാഹാമിനോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് മഹത്തരമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹീതമാകും. ആരോടാ പറയണേ? മക്കളില്ലാതെ വേദനിച്ചിരിക്കുന്ന അബ്രഹാമിനോട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ 25 കൊല്ലം പരീക്ഷിക്കപ്പെട്ടു. 25 കൊല്ലം വിവിധ പരീക്ഷണങ്ങളിലൂടെ അവൻ്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടു, നവീകരിക്കപ്പെട്ടു. സഹനങ്ങളിലും കഷ്ടപ്പാടുകളിലും ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചു. അവൻ പല സ്ഥലങ്ങളിലും വീണുപോയി, എന്നാൽ പല സ്ഥലങ്ങളിലും അവൻ വിജയിച്ചു. അവസാനം ദൈവം കൊടുത്ത വാഗ്ദാനത്തെ അവൻ എത്തിപ്പിടിച്ചു. അവന് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അവനിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന് വലിയ ഒരു വംശം തന്നെ രൂപപ്പെടുന്നത് നമുക്ക് കാലത്തിൻ്റെ തികവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിന് കുടുംബങ്ങളിൽ ഇടപെടാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ജീവിത പ്രശ്നങ്ങളിൽ ഇതൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രധാന പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ജീവിത മേഖലകളാണ് ഇതെല്ലാം തന്നെ. മറ്റൊരു സംഭവം, രാജാവിനെ അഭിഷേകം ചെയ്യുന്നു. 1 സാമുവേൽ 16 നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്. ആദ്യത്തെ രാജാവായ സാവൂൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവനിൽ നിന്ന് രാജത്വം ഏറ്റെടുത്ത് ഇതാ ഇവിടെ ദാവീദ് എന്നൊരു ഇടയച്ചെറുക്കന് കൊടുക്കാൻ ദൈവം തീരുമാനിക്കുക. 1 സാമുവേൽ 16 മനോഹരമായിട്ടുള്ള ഒരു അധ്യായമാണ്. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേംകാരനായ ജെസയ്യയുടെ അടുത്തേക്ക് വിടുന്നു. അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് 6-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ജെസയുടെ പുത്രന്മാരെ വിശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് അവൻ ക്ഷണിച്ചു. അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. ഏലിയാബ് മൂത്ത മകനാണ്, യെശയ്യയുടെ മൂത്ത ചേട്ടനാണ്. കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാര വടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപങ്ങളിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന്റെ രഹസ്യ, മനുഷ്യന് ബാഹ്യരൂപത്തിലൊക്കെ ശ്രദ്ധിക്കും, എന്നാൽ കർത്താവ് ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ്റെ ഹൃദയഭാവത്തെയാണ് നോക്കുന്നത്. നിന്റെ മനസ്സെപ്രകാരമാണ്? ദൈവസന്നിധിയിൽ എളിമയുള്ളൊരു വ്യക്തിയാണോ? ദൈവസ്നേഹത്തിൽ കരുണയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ? ആ ബന്ധത്തിന് വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? അഭിഷേകമുള്ള വ്യക്തികളെ കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം. ദൈവം അനുഗ്രഹിച്ചുയർത്തുന്നവരെ നിങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയണം, അവരെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ദൈവത്തിന് കൊടുത്ത വിലയുടെ പ്രതിഫലമാണ് ആ പരിശുദ്ധാത്മാവിലൂടെ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും എല്ലാം. ദാവീദിന്റെ ഓരോ സഹോദരന്മാരും വരികയാണ്, പക്ഷെ ഇവിടെ പ്രവാചകൻ പറയുന്നു അവരെ ഒന്നും തെരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ എല്ലാവരും കഴിഞ്ഞു. അവസാനം ചോദിക്കുകയാണ് 11-ാമത്തെ വചനത്തിലേക്ക്, നിന്റെ പുത്രന്മാരെല്ലാവരും ആയോ? സാമുവേൽ പറഞ്ഞു, ഇനി ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അവനെ ആളയച്ചു വരുത്തുവാൻ ആവശ്യപ്പെട്ടു. ഈ ദാവീദിന്റെ മറ്റു ചേട്ടന്മാരൊക്കെ ഫറവോയുടെ സൈന്യത്തിലെ വലിയ ഉദ്യോഗസ്ഥരാണ്, വലിയ സൈനിക ഉദ്യോഗസ്ഥരാണ് ചേട്ടന്മാരെല്ലാം. അവസാനം കഴിവില്ല എന്ന് വീട്ടിൽ പറഞ്ഞൊരു വ്യക്തി, അവനൊരു കഴിവുമില്ല, അതുകൊണ്ട് അവനെ ഏറ്റവും ചെറിയ താഴ്ന്ന ജോലിയായി ആടിനെ മേയ്ക്കുവാൻ വിട്ടിരിക്കുക. എന്നാൽ ദൈവം ആ ആടിനെ മേയ്ക്കുന്ന ആ ദാവീദിൽ കാണുന്നത് ഇസ്രായേലിൻ്റെ അടുത്ത കരുത്തനായിട്ടുള്ള
രാജാവിനെയാണ്. ജെസയ്യ, അടുത്ത വചനം നോക്കുക, 12-ാമത്തെ വചനം. ജെസയ്യ അവനെ ആളയച്ച് വരുത്തി. പവിഴ നിറവും മനോഹരമായ നയനവുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് അരുൾ ചെയ്ത്, എഴുന്നേറ്റ് അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി അവനിൽ ആവസിച്ചു. സാമുവേൽ റാമയിലേക്ക് തിരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. എന്താണ് ചെയ്യുന്നത്? ആ കുഴലിലെ തൈലം ഒഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അന്നു മുതൽ പരിശുദ്ധാത്മാവ് ദാവീദിൽ ശക്തമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. പിന്നീട് ആ പരിശുദ്ധാത്മാവാണ് ഓരോ സംഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പടിപടിയായിട്ട് ക്രമീകരിച്ച് ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായി കൊണ്ടുവയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ശ്രദ്ധയോടുകൂടി വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വലിയ ഒരു അത്ഭുതമാണ്. അവിടെ വിഗ്രഹമുണ്ടാക്കുന്നവരായാലും കൽപ്പണിക്കാരെ ആയാലും രാജാക്കന്മാരെ ആയാലും പ്രവാചകന്മാരായാലും ന്യായാധിപന്മാരെ ആരായാലും ഇവരെ എല്ലാം അഭിഷേകം ചെയ്യുന്നത് ഒരേ ആത്മാവ് തന്നെയാണ്, പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മുക്കുവരായിട്ടുള്ള എഴുത്തും വായനയും അറിയാത്ത പത്രോസിനെയും സ്ത്രീഹന്മാരെയും അഭിഷേകം ചെയ്ത് വേർതിരിച്ചത് ആരാണ്? ഇതേ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും പ്രചോദനം നൽകുന്നത് ഒരേ ആത്മാവ് തന്നെയായ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ ഈ ആത്മാവിനോട് ചേർന്ന് ജീവിക്കുക എന്ന് വെച്ചാൽ അനുദിനവും പരിശുദ്ധാത്മാവിൽ നിറയണമേ എന്ന് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, എൻ്റെ മക്കളിൽ വന്ന് നിറയണമേ, എൻ്റെ ഭർത്താവിൽ വന്ന് നിറയണമേ, ഞങ്ങളുടെ ജീവിത ഉത്തരവാദിത്തങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളുടെ തടസ്സങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു 15 മിനിറ്റ് 20 മിനിറ്റെങ്കിലും വചനം ഒരു ദിവസം വായിക്കുക. സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയുടെ ശരീരവും രക്തവും നിങ്ങൾ സ്വീകരിക്കുക. അവിടെ ആത്മാവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ അണപൊട്ടിയൊഴുകുന്ന അനുഭവത്തിലേക്ക് വരും. ഈശോ പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശക്തിയും ബുദ്ധിയും കഴിവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനത്തെ ബലിപീഠത്തിൽ കർത്താവിൻ്റെ മാംസശരീര രക്തങ്ങളോട് ചേർത്ത് സമർപ്പിച്ച് ആത്മാവിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് കിട്ടും. അതാണ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജീവിതത്തിൽ മല്ലടിച്ച് തോറ്റുപോയോ? കർത്താവിലേക്ക് വരിക. അവിടുത്തെ വചനം പാലിച്ച് കൽപ്പനകൾ പാലിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് ദാഹത്തോടെ പ്രാർത്ഥിച്ച് കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ ആത്മാവ് നിങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കും. ഇന്ന് ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ധ്യാനം തുടങ്ങുന്ന ദിവസമാണെന്ന് കേട്ടു. പന്തക്കോസ്ത തിരുനാൾ ഒരുക്കമായിട്ട് പരിശുദ്ധാത്മ അഭിഷേക ധ്യാനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. സാധിക്കുന്നവർ പങ്കെടുക്കുക. ആത്മാവിൻ്റെ കൃപ ഈ ദിവസങ്ങളിൽ അതിശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ വേദനകൾ, ആവലാദികൾ ഈ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് ആ ശരീരത്തോടും രക്തത്തോടും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ. പിശാച് കെട്ടിയിട്ട നിങ്ങളുടെ ജീവിത വഴികളെ, സാത്താൻ തകർത്ത നിങ്ങളുടെ ജീവിത വഴികളെ പരിശുദ്ധാത്മാവ് പുതുക്കി പണിയട്ടെ. സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന കുടുംബങ്ങള്, രോഗാവസ്ഥയിൽ തകർന്നു പോയ കുടുംബങ്ങള്, പഠിച്ചിട്ട് മനസ്സിലാകാൻ സാധിക്കാതെ പഠനത്തോട് വെറുത്ത് സങ്കടപ്പെട്ടു പോയ കൊച്ചുമക്കള്, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആത്മാവിന്റെ വലിയ അഭിഷേകത്തിനായിട്ട് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ മക്കളിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഒരിക്കൽ കൂടി ഒന്ന് സ്വരമുയർത്തി സ്തുതിച്ചേ. യേശുവേന്ന് വിളിച്ചേ, യേശുവേന്ന് വിളിച്ചേ, യേശുവേന്ന് വിളിച്ചേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അഭിഷേകം ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ.